CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പിൽ കെട്ടിക്കിടക്കുന്ന 50,000-ലധികം ഫയലുകൾ വേഗത്തിൽ തീർപ്പാക്കാനുള്ള വിപുലമായ നടപടികൾ ആരംഭിച്ചതായി വകുപ്പ് മന്ത്രി KA തുളസി. മലപ്പുറം പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബി ഫണ്ടിൽ നിന്ന് 3,90,00,000 രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ നിർവഹിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിനായി 2 നിലകളിലായിട്ടാണ് കെട്ടിടം പൂർത്തീകരിച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച UDF സർക്കാർ നടപടിക്കെതിരെ LDF മണ്ണാർക്കാട് നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം KC റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മാരക മയക്കുമരുന്നായ MDMA-യുമായി പെരിന്തൽമണ്ണ സ്വദേശിയെ ചെർപ്പുളശ്ശേരി പോലീസ് പിടികൂടി. പെരിന്തൽമണ്ണ കുളത്തൂർ സ്വദേശി കളത്തിൽ വീട്ടിൽ മുഹമ്മദ് ഷാനിലാണ് പിടിയിലായത്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പിൽ കെട്ടിക്കിടക്കുന്ന 50,000-ലധികം ഫയലുകൾ വേഗത്തിൽ തീർപ്പാക്കാനുള്ള വിപുലമായ നടപടികൾ ആരംഭിച്ചതായി വകുപ്പ് മന്ത്രി KA തുളസി. മലപ്പുറം പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഫയൽ അദാലത്ത് നടത്തിയപ്പം വർഷങ്ങളായിട്ട് കെട്ടിക്കിടക്കുന്ന 50,000-നടുത്ത് പരാതികൾ നമ്മൾ പരിശോധിക്കുകയാണ് വർഷം തിരിച്ചിട്ട്. അതായത് 2019 വരെയും അതുപോലെ 2026 മെയ് 18-ന് ശേഷം. അതുപോലെ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച കാര്യം. അങ്ങനെ എന്തെങ്കിലും പോരായ്മകൾ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിലും മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പാഠമായി ഏറ്റെടുത്തുകൊണ്ട് ഇനി അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട അടിയന്തരമായിട്ടുള്ള സമയബന്ധിതമായിട്ടുള്ള പ്രവർത്തനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കാലാനുസൃതമായിട്ടുള്ള മാറ്റം വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവും. കാരണം പഴയ കാലങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ കഴിയില്ല. പഴയ കാലത്ത് ഈ മേഖലയിൽ നിന്നുള്ള കുട്ടികൾ ഇപ്പം വിദ്യാഭ്യാസത്തിന് പോകുമ്പം അന്നുണ്ടായിരുന്ന ഒരു രീതിയും സമ്പ്രദായങ്ങളും അല്ല ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മൾ എല്ലാ കാലഘട്ടത്തിലും അതുപോലെ തന്നെ വീടിനകത്തും പുറത്തും തൊഴിൽ മേഖലയിലും ഒക്കെ തന്നെ അന്ന് ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളല്ല ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് പൊതുവിഭാഗത്തിന് മാത്രമല്ല SC/ST വിഭാഗത്തിലും പിന്നോക്ക വിഭാഗത്തിലുമൊക്കെ ആ സ്ഥിതി ഏകദേശം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച അദാലത്തുകളിലൂടെ 4,970 ഫയലുകൾ ഇതിനോടകം തീർപ്പാക്കി കഴിഞ്ഞു. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിലുള്ള പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുകയാണ് അടുത്ത പ്രധാന ലക്ഷ്യമെന്ന് മലപ്പുറം പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കവേ മന്ത്രി വ്യക്തമാക്കി. ഭവന നിർമ്മാണ ഉദ്ദേശം അതായത് ലൈഫ് മിഷനിൽ SC/ST കുടുംബങ്ങൾക്കുള്ള ഭവന നിർമ്മാണ പദ്ധതി നിങ്ങൾക്ക് തന്നെ അറിയാം. അത് വളരെ വിശദമായിട്ട് പരിശോധിച്ചാൽ അതിൽ കൂടുതൽ ആളുകൾക്കും അതിൻ്റെ പ്രയോജനം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഞാൻ ആരെയും ഒരു സർക്കാരിനെയും കുറ്റം പറയുന്നതല്ല. പക്ഷേ ആ ലിസ്റ്റ് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം. ഇപ്പോൾ ലൈഫ് മിഷനിലാണെങ്കിലും പണ്ടൊക്കെ നമ്മൾ ഒരു വാർഡ് സഭയിൽ ഒരു ഗ്രാമസഭയിൽ ഒരു ബെനിഫിഷ്യറീനെ നമ്മൾ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ വാർഡ് സഭ കൂടി ഗ്രാമസഭ കൂടി ഏറ്റവും ഡിസർവിങ് ആയിട്ടുള്ള ആൾ ആരാണോ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ലൈഫ് മിഷൻ വന്നപ്പം അതിലൊരു ഔട്ട്സൈഡ് ഏജൻസിയാണ് ഈ ബെനിഫിഷ്യറീനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രാദേശികമായിട്ട് നമ്മളൊരു ഗുണഭോക്താവിനെ തിരഞ്ഞെടുക്കുന്ന ആ പതിവ് ശൈലി മാറി മറ്റൊരാൾ പുറത്തു നിന്നുള്ള മൂന്നാമതൊരാൾ തിരഞ്ഞെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പം യഥാർത്ഥത്തിൽ സഹായം കിട്ടേണ്ട ആളുകൾക്ക് അത് എത്താത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല ഇത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള ഭവന പദ്ധതിയുടെ ഫണ്ട് അതിലേക്ക് മെർജ് ചെയ്തപ്പം അതിൻ്റെ ഗുണം ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ലഭിച്ചില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് വകുപ്പ് നേരിട്ട് ഭവന നിർമ്മാണം ചെയ്യുക എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തിയത്. അത് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് വീട് മാത്രമല്ല, സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് വീടും സ്ഥലവും കൊടുക്കുന്ന പദ്ധതി നമ്മൾ ഉടനെ തന്നെ അത് പ്രഖ്യാപിക്കും. അതിന് ആളുകൾക്ക് അവർക്ക് ആകർഷകമായിട്ടുള്ള തരത്തിൽ നിലവിൽ ലൈഫിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫണ്ടിൽ നിന്ന് വ്യത്യാസം വരുത്തി നമ്മൾ ആ പദ്ധതി നടപ്പിലാക്കും.
ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കു തടയാൻ മെന്റർ അധ്യാപകരുടെ നിയമനം ഉടൻ പൂർത്തിയാക്കും. താൽക്കാലിക അധ്യാപകർ ഹൈക്കോടതിയെ സമീപിച്ചതിനാലാണ് നിലവിൽ നിയമനം വൈകുന്നത്. വകുപ്പിന് കീഴിലുള്ള വിവിധ MRS സ്കൂളുകളും ഹോസ്റ്റലുകളും സന്ദർശിച്ച് പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അടിയന്തര പ്രാധാന്യമുള്ളവയ്ക്ക് പരിഹാരം കണ്ടതായും മന്ത്രി ഉറപ്പു നൽകി. കൂടാതെ ദാക്ഷായണി വേലായുധന്റെ പേരിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ വനിതകൾക്കായി പ്രത്യേക സംരംഭം പാലക്കാട് ജില്ലയിൽ മാതൃകാടിസ്ഥാനത്തിൽ ആരംഭിക്കും. ലൈഫ് മിഷന് പകരം വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് അത് ലഭ്യമാക്കുന്ന രീതിയിൽ വകുപ്പ് വഴി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി നടപ്പാക്കും. വിദ്യാർത്ഥികൾക്കുള്ള ഗ്രാന്റ്സ് കുടിശ്ശിക നൽകാനുള്ള നടപടികൾ വേഗത്തിലാക്കി നവംബറോടെ പൂർണ്ണമായി കൊടുത്തു തീർക്കുമെന്നും ഫണ്ട് ലഭ്യത പദ്ധതികൾക്ക് തടസ്സമായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. CCN മലപ്പുറം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച UDF സർക്കാർ നടപടിക്കെതിരെ LDF മണ്ണാർക്കാട് നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം KC റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സ്വന്തം കീഴിൽ പണിയെടുക്കുന്നവർ വരെ അഴിമതിയുടെ കുത്തരങ്ങാണ് ഈ മുനിസിപ്പാലിറ്റി, ഈ ഭരണസിരാ കേന്ദ്രമെന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ അഴിമതിയുടെ മാറുന്ന കടകൾ മണ്ണാർക്കാടിന്റെ കാറ്റിൽ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാതൊരു ഉറപ്പുമില്ലാതെ ന്യായീകരിച്ചുകൊണ്ട് തൽസ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഭരണസമിതിക്ക് അതിശക്തമായ താക്കീത് നൽകിക്കൊണ്ട് മണ്ണാർക്കാടിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുടെ ഈ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ അംഗനത്തിലേക്ക് മാർച്ചുമായി കടന്നു വന്നിരിക്കുന്നു. നഗരസഭയിൽ ലീഗ് പ്രവർത്തകർ കോൺഗ്രസ് കൗൺസിലർമാരെ മർദ്ദിച്ച സംഭവത്തെ റിയാസുദ്ദീൻ പരിഹസിച്ചു. കോൺഗ്രസുകാരെ നിർദ്ദയം ഈ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ഈ കോണിപ്പടിയിൽ ഇട്ടിട്ട് ലീഗിന്റെ ഗുണ്ടകൾ നന്നായിട്ട് കൈകാര്യം ചെയ്തു. നമ്മൾ വാട്സപ്പിൽ നന്നായിട്ട് കൈകാര്യം ചെയ്തു. നമുക്ക് അതിന് വന്ന നന്നായി രക്ഷപ്പെട്ടില്ലേ? ഏത് നിർദ്ദയം കൈകാര്യം ചെയ്യാൻ രണ്ട് കോൺഗ്രസിന്റെ തലക്ക് കണ്ടില്ലേ? കോൺഗ്രസുകാരന്റെ എല്ലാ ഇവിടത്തെ ലീഗുകാരുടെ ചെണ്ട ഇവിടുത്തെ കോൺഗ്രസ് ഒരു സാധനം സംസ്ഥാനത്തിൽ ഇവിടനീളം നമ്മൾ അറിയപ്പെടുന്നത് ലീഗ് കോൺഗ്രസിന്റെ ചെണ്ടേന്നാണ്. ലീഗ് കോൺഗ്രസിന്റെ അത് നമ്മൾ കണ്ടല്ലോ, PMCയിൽ കണ്ടു, ഇപ്പൊ വക്കപ്പിൽ നമ്മൾ കണ്ടു. നമ്മൾ മാറ്റിവെച്ചതൊക്കെ ഇവരിപ്പോ എടുത്തിട്ട് ആ രണ്ടുപേര് ആരോ വന്നോട്ടെ. വക്കപ്പിൽ ഇപ്പോ ഏത് സമുദായം വന്നാലും ഇപ്പോ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒന്നുമില്ല, അപ്പുറത്ത് രണ്ട് സിഖും ജൈനനും പാഴ്സിയൊക്കെ ആര് വന്നാലും കുഴപ്പമില്ല. നമ്മളെ കച്ചവടം നടക്കണം, നമ്മളെ കാര്യം നടക്കണം. നിർദ്ദയം എന്തിന്റെ പേരിലാണ്? ഇവിടെ നടക്കുന്ന തെറ്റായ കാര്യങ്ങളെ കുറിച്ച് ആരാ പറഞ്ഞ്? പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭരണ സംവിധാനത്തിന്റെ തലവൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പറയാ. റൂം വേണം പോലും. റൂം ഇവിടെ ചുറ്റുപാട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടല്ലോ, അതൊന്നും പോരാ. ഇവിടത്തെ റൂം വേണം. തനിക്കെതിരെ മാധ്യമ ശ്രദ്ധ നേടാൻ കൗൺസിലർ തെറ്റായ പ്രചാരണം നടത്തുകയാണെന്ന് CPM മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറി മൻസൂർ ആരോപിച്ചു. കൗൺസിൽ യോഗത്തിൽ ക്ഷേമകാര്യ ചെയർമാനും സ്വന്തമായി റൂം വേണമെന്ന് പറയാം. അപ്പൊ പത്രക്കാരും LDFന്റെ കൗൺസിലർമാരും ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രസംഗം നടത്തിയപ്പോൾ വന്ന് പറഞ്ഞ് ഞങ്ങൾ ആ കാര്യത്തെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല, അങ്ങനെ ഒരു അജണ്ട വന്നിട്ടേ ഇല്ല. അങ്ങനെ രേഖാമൂലം ഞങ്ങള് നേരെ പ്രസ് ക്ലബ്ബിൽ ചെന്ന് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞു പിറ്റേ ദിവസം ചെയർപേഴ്സൺ വരിക. ചെയർപേഴ്സൺ വന്നിട്ട് പറഞ്ഞു അങ്ങനെ ഈ ക്ഷേമകാര്യ ചെയർമാനോ മുൻ ചെയർമാനോ ഇക്കാര്യം അറിയില്ല എന്ന്. ചെയർപേഴ്സൺ പറഞ്ഞത് എന്താണെന്ന് പത്രസമ്മേളനത്തിൽ, ഞാൻ എന്റെ ഇഷ്ടപ്രകാരം മാത്രമാണ് ഇവിടെ റൂം സ്വന്തമായി മുൻ ചെയർമാന് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനെയും എല്ലാവർക്കും അറിയാം. മുൻ ചെയർമാൻ പറയാതെ ഇവിടെ ഇത് ഈച്ചനകില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ആളുകളെല്ലാം വിഡ്ഢികളാക്കുന്ന രൂപത്തിലേക്കാണ് ഇവിടുത്തെ പുതിയ മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതി പോകുന്നത്. മറ്റ് LDF നേതാക്കളും പ്രവർത്തകരും സമരത്തിൽ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബി ഫണ്ടിൽ നിന്ന് 3,90,00,000 രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ നിർവഹിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിനായി 2 നിലകളിലായിട്ടാണ് കെട്ടിടം പൂർത്തീകരിച്ചിട്ടുള്ളത്.
ഓഡിറ്റോറിയം, 8 ക്ലാസ് മുറികൾ, 2 ലാബുകൾ, ലൈബ്രറി എന്നിവ ഈ കെട്ടിടത്തിൽ ഉൾപ്പെടുന്നു. കൂടാതെ ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി 2 ക്ലാസ് മുറികളോടുകൂടിയ പുതിയ കെട്ടിടവും നിർമ്മിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ നജീബ് കാന്തപുരം MLA അധ്യക്ഷനായി. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ തന്നെ തലയെടുപ്പോടെ നിൽക്കുന്ന വളരെ മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നാണ് ആനമങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ തൂഫാൻ പരിപാടിയുമായി ബന്ധപ്പെട്ട് വളരെ ഗംഭീരമായ ഒരു റീൽ നിർമ്മിച്ചുകൊണ്ട് റീൽ കോൺടെസ്റ്റിൽ 1ാം സ്ഥാനം നേടിയത് ആനമങ്ങാട് സ്കൂളായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ പുതിയ കാലത്തിനനുസൃതമായി കുട്ടികളും അധ്യാപകരും ഒരുപോലെ വളരെ ഡെഡിക്കേറ്റഡായി ജോലി ചെയ്യുകയും കുട്ടികൾക്ക് മികച്ച പഠനാവസരം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. ബഹുമാന്യനായ മന്ത്രിക്ക് മുമ്പാകെ നിങ്ങളുടെ പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് സൈദാക്ക കെട്ടിട ഉദ്ഘാടനത്തിന് പുറമെ കരിയർ ദിനാചരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും SLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന വിജയോത്സവവും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. CCN പെരിന്തൽമണ്ണ. മാരക മയക്കുമരുന്നായ MDMA-യുമായി പെരിന്തൽമണ്ണ സ്വദേശിയെ ചെറുപ്പുളശ്ശേരി പോലീസ് പിടികൂടി. പെരിന്തൽമണ്ണ കുളത്തൂർ സ്വദേശി കളത്തിൽ വീട്ടിൽ മുഹമ്മദ് ഷാനിലാണ് പിടിയിലായത്. ചെറുപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 29-ാം മൈൽ പെട്രോൾ പമ്പിന് സമീപത്തു നിന്നാണ് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചെറുപ്പുളശ്ശേരി പോലീസും ചേർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. മോട്ടോർ സൈക്കിളിൽ വരികയായിരുന്ന പ്രതിയെ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 15 ഗ്രാമോളം MDMA കണ്ടെടുത്തത്. ഇയാളിൽ നിന്ന് മയക്കുമരുന്നിന് പുറമെ വിൽപ്പനയിലൂടെ ലഭിച്ചതെന്ന് സംശയിക്കുന്ന 10,000 രൂപയും സഞ്ചരിച്ചിരുന്ന മോട്ടോർ സൈക്കിളും പോലീസ് പിടിച്ചെടുത്തു. CCN ചെറുപ്പുളശ്ശേരി. കസനാട്ടുകര പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ ശല്യം വീണ്ടും രൂക്ഷമാകുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പ്രദേശത്ത് തെരുവുനായയുടെ കടിയേൽക്കുന്ന സംഭവങ്ങൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നത്. 3 പേർക്കാണ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. നാട്ടുകൽ ആശുപത്രി പടിയിൽ വെച്ച് കോഴിവണ്ടി ഡ്രൈവറായ ആലപ്പുഴ സ്വദേശി മനോജ് കൊടക്കാടിന് തെരുവുനായയുടെ കടിയേറ്റു. വണ്ടി നിർത്തി ബൈക്കിലേക്ക് കയറാൻ വരുന്നതിനിടെ പിന്നിലൂടെ എത്തിയ നായ ആക്രമിക്കുകയായിരുന്നു. ഇദ്ദേഹം പെരിന്തൽമണ്ണയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. പുത്തൂർ മുതലമ്പാടത്ത് ബസ് ഇറങ്ങി നടന്നു പോവുകയായിരുന്ന പെൺകുട്ടിയെയും പിന്നിലൂടെ എത്തിയ തെരുവുനായ കടിച്ച് പരിക്കേൽപ്പിച്ചു. കുട്ടി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നാട്ടുകൾ ടിപ്പു സുൽത്താൻ റോഡിൽ വെച്ച് പട്ടം തൊടി സൈദിനും നായയുടെ കടിയേറ്റു. ഇദ്ദേഹം മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ആളുകളെ കടിച്ച നായ പ്രദേശത്തെ മറ്റൊരു നായയെയും കടിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. തെരുവുനായ ശല്യത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCN ചത്തല്ലൂർ. ചെറുപ്പുളശ്ശേരി മണവാട്ടി ഫാഷൻസിൽ മുഴുവൻ വസ്ത്രങ്ങളും പകുതി വിലയ്ക്ക് വിറ്റുകാലിയാക്കുന്നു. ഷോറൂം നവീകരണത്തിന്റെ ഭാഗമായാണ് മുഴുവൻ വസ്ത്രങ്ങളും 50% വിലക്കുറവിൽ ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. ഫാഷൻ വസ്ത്രരംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള ചെറുപ്പുളശ്ശേരി മണവാട്ടി ഫാഷൻസിൽ മുഴുവൻ വസ്ത്രങ്ങളും പകുതി വിലയ്ക്ക് സ്വന്തമാക്കാൻ ഉപഭോക്താക്കൾക്ക് അവസരം. ഷോറൂം നവീകരണത്തിന്റെ ഭാഗമായാണ് കടയിലെ മുഴുവൻ സ്റ്റോക്കുകളും 50% വിലക്കുറവിൽ വിറ്റഴിക്കുന്നത്. വിവിധ തരം ചുരിദാർ മെറ്റീരിയലുകൾ, സാരികൾ, കിഡ്സ് വെയറുകൾ, ജെന്റ്സ് വെയറുകൾ, ബെഡ്ഷീറ്റുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും പകുതി വിലയിൽ ഉപഭോക്താക്കൾക്കായി ലഭ്യമാകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഓഗസ്റ്റ് 2 മുതൽ അടുത്ത 4 മാസത്തേക്കായിരിക്കും ഈ ബമ്പർ ഓഫർ ലഭ്യമാവുക. CCN ചെറുപ്പുളശ്ശേരി. കടമ്പഴിപ്പുറം K. നാരായണൻ സ്മാരക സാന്ത്വന പരിചരണ കേന്ദ്രം ആരോഗ്യ സ്പർശം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യ ആയുർവേദ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK. ബീന ഉദ്ഘാടനം ചെയ്തു.
കടമ്പഴിപ്പുറം GUP സ്കൂളിൽ വെച്ചായിരുന്നു ക്യാമ്പ്. വാർഡ് മെമ്പർ MV അനീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M സുബ്രഹ്മണ്യൻ, P സുബ്രഹ്മണ്യൻ, C രമേശ്, ശ്രീവത്സൻ, സുരേഷ്, ഗോപാലകൃഷ്ണൻ, ഉഷ നാരായണൻ, ഡോക്ടർ ശ്രീജു എന്നിവർ പങ്കെടുത്തു. സാന്ത്വന കേന്ദ്രം ചെയർമാൻ K രാമചന്ദ്രൻ സ്വാഗതവും സംഘാടക സമിതി കൺവീനർ റിയാസ് നന്ദിയും പറഞ്ഞു. ആയുർമന ആയുർവേദ ക്ലിനിക്കിലെ വിദഗ്ധ ഡോക്ടർമാരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. 100-ലധികം രോഗികൾ ക്യാമ്പിൽ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. മെന്റലിസം, ഹിപ്നോട്ടിസം രംഗങ്ങളിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് ചെർപ്പുളശ്ശേരി സ്വദേശിയായ 10 വയസ്സുകാരൻ വേൾഡ് വൈൽഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഇരട്ട അംഗീകാരം നേടി. ചെർപ്പുളശ്ശേരി ടൗണിൽ തൃക്കണാംകുന്നത്ത് മുജീബിന്റെ മകൻ മുഹമ്മദ് ഫിസാനാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. 2 വിഭാഗങ്ങളിലെ മികച്ച പ്രകടനങ്ങൾക്കാണ് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അംഗീകാരം ലഭിച്ചത്. ആത്മീയ ഇന്റർനാഷണൽ അക്കാദമിയിൽ നിന്ന് മെന്റലിസം, ഹിപ്നോട്ടിസം, മെസ്മറിസം എന്നിവയിൽ പരിശീലനം നേടിയ സർട്ടിഫൈഡ് ഹിപ്നോട്ടിസ്റ്റാണ് ഇസാന്റെ പിതാവ് മുജീബ്. കോഴിക്കോട് നടന്ന ചടങ്ങിൽ പ്രമുഖ മെന്റലിസ്റ്റും മജീഷ്യനുമായ RK മലയത്ത്, ആത്മീയ ഇന്റർനാഷണൽ അക്കാദമി ഡയറക്ടർ ഷെറീഫ് എന്നിവരുടെ സാന്നിധ്യത്തിൽ മുജീബിനും ഫിസാനും പുരസ്കാരം സമ്മാനിച്ചു. CCN ചെർപ്പുളശ്ശേരി. ശക്തമായ മഴയിൽ നെല്ലായ പഞ്ചായത്ത് കുളപ്പട 1-ാം വാർഡിലെ പെരുമ്പൂർ നരേന്ദ്രൻ താമസിച്ചിരുന്ന വീട് തകർന്നു വീണു. ഏകദേശം 150 വർഷത്തിലേറെ പഴക്കമുള്ള വീടാണ്. മഴയിൽ തകർന്നത്. ആളപായമില്ല. ഒരേ സമയം 6 കുടുംബങ്ങൾക്ക് താമസിക്കാവുന്ന വിശാലമായ സൗകര്യമുള്ള വീടായിരുന്നു ഇത്. മാരായമംഗലത്ത് മലബാർ കലാപത്തിന്റെ ദുരനുഭവങ്ങൾ നേരിട്ട കുടുംബങ്ങളിൽ അവശേഷിക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള വീടുകളിൽ ഒന്നായിരുന്നു പെരുമ്പൂർ തറവാട്. മാരായമംഗലം പ്രദേശത്തെ ചരിത്രവും പൈതൃകവും ഓർമ്മിപ്പിച്ചിരുന്ന വീടാണ് തകർന്നത്. നിലവിൽ കുടുംബാംഗങ്ങൾ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുകയാണ്. സംഭവസ്ഥലം ജില്ലാ പഞ്ചായത്ത് അംഗം PP അൻവർ സാദത്ത്, വാർഡംഗം ജസീല എന്നിവർ സന്ദർശിച്ചു. CCN ചെർപ്പുളശ്ശേരി. മുൻകൂർ അറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടതിലും 4.5 മാസത്തെ ശമ്പള കുടിശ്ശിക നൽകാത്തതിലും പ്രതിഷേധിച്ച് മലപ്പുറം ജില്ലയിലെ ഡിജിറ്റൽ സർവേ കരാർ ജീവനക്കാർ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി. സർവേയർമാരും ഹെൽപ്പർമാരും ഉൾപ്പെടെയുള്ള 350ഓളം ജീവനക്കാരാണ് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കളക്ടറെ സമീപിച്ചത്. കരാർ ജീവനക്കാരെ ഞങ്ങൾക്ക് 4.5 മാസത്തെ സാലറി പെൻഡിങ് ഉണ്ടെന്നിപ്പോൾ പല സോഷ്യൽ മീഡിയയിലും എല്ലാം നിങ്ങൾ അറിയുന്നുണ്ടാവും. ഇതിലിപ്പോൾ ഞങ്ങളും 2023 എംപ്ലോയ്മെന്റിൽ എക്സ്ചേഞ്ച് വഴി പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് വഴി നിയമിതരായവരാണ്. പക്ഷെ ഇതുവരെയും ഞങ്ങൾക്ക് പിന്നെ ഒരു ദിവസത്തെ ഒരു ഗ്യാപ്പിലാണ് ഞങ്ങൾക്ക് നാളെ മുതൽ നിങ്ങൾക്ക് ജോലി ഇല്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്. ഒരു പ്രൈവറ്റ് സെക്ടറിൽ പോലും ഇത്രയും ഹീനമായ പ്രവൃത്തി ആരും ചെയ്യില്ല. കാരണം ഒരു 7 ദിവസം മുമ്പെങ്കിലും ഇതിനൊക്കെ നോട്ടീസ് കൊടുക്കുന്നതാണ് എൻ്റെ ഒരു അറിവ്. അത്ര പോലും ഒരു മനുഷ്യത്വം കാണിക്കാതെയാണ് ഞങ്ങളെ 4.5 മാസത്തെ ശമ്പളം പെൻഡിങ് വെച്ചിട്ട്. ഒരുപാട് ആവശ്യങ്ങളുള്ള സിംഗിൾ പാരൻസ് ഉണ്ട്, ലേഡീസ് ചികിത്സ മുടങ്ങിയ ഫാമിലി ഉണ്ട്, കുട്ടികളുടെ പഠന കാര്യങ്ങൾക്കുണ്ട്. 4.5 മാസം ശമ്പളം കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ എന്നാ കിട്ടുക എന്നുള്ള ഒരു ആശങ്കയിലാണ് ഞങ്ങൾ. കാരണം ഈ ഒരു ജോലി അന്വേഷിക്കാനുള്ള ടൈം പോലും ഈ ഉത്തരവാദികൾ തന്നിട്ടില്ല. ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ കഷ്ടപ്പാടുകളുള്ളത്. ജൂലൈ 31-നാണ് ജില്ലയിലെ വിവിധ താലൂക്കുകളിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ജീവനക്കാരുടെ തിരിച്ചറിയൽ കാർഡുകൾ വാങ്ങിവച്ച് മുൻകൂർ അറിയിപ്പില്ലാതെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയത്. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നടത്തിയ എഴുത്തുപരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിൽ 6 മാസ കരാർ വ്യവസ്ഥയിലായിരുന്നു ഇവരുടെ നിയമനം. കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപാണ് ഭൂരിഭാഗം പേരെയും ഒഴിവാക്കിയതെന്ന് ജീവനക്കാർ പറയുന്നു. ഈ 25 ദിവസത്തെ പേയ്മെന്റ് ഈ 2 ദിവസത്തിന്റെ ഉള്ളിൽ ഇമ്മീഡിയറ്റ്ലി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. പിന്നെ 1 മാസത്തെ 2ാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഓണത്തിന്റെ മുമ്പായിട്ട് 2ാമത്തെ ഇൻസ്റ്റാൾമെന്റ് കിട്ടും. ആ സമയത്ത് ഞാൻ എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓണത്തിന്റെ മുമ്പെങ്കിലും ആയിട്ട് ഫുൾ അക്കൗണ്ട് സെറ്റിൽ ചെയ്യുമെന്ന്. അപ്പോൾ അതൊരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ ഒരു കോമൺ ഒരു എത്തിക്സ് ഒരു ജോലിയിൽ നിന്ന് എന്തെങ്കിലും പണിഷ്മെന്റ് ബേസിലാണെങ്കിൽ കൂടെ ഒരു ജോലിയിൽ നിന്ന് പിരിച്ചു വിടുന്നതിന് മുമ്പ് അവൻ്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യാന്നുള്ള ഒരു കോമൺ എത്തിക്സിന്റെ ഭാഗമാണ്. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഒരു ഡേറ്റ് കൂടെ തരുന്നില്ല. ഓണത്തിന്റെ മുമ്പ് 2nd ഇൻസ്റ്റാൾമെന്റ് മാത്രമേ തരുന്നു പറയുന്നുള്ളൂ. അപ്പോൾ ബാക്കി 2.5 മാസം അപ്പോഴും പെൻഡിങ് ആണ് വരുന്നത്. അപ്പോൾ അതിനെ പറ്റി ചോദിക്കുമ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ ദാറ്റ് മീൻസ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഫണ്ട് വരുന്ന മുറക്ക് തരാം. അതിനെ പറ്റി ഒരു ഡേറ്റ് തരുമോ സാറേ എന്ന് ചോദിച്ച് അതിനെ പറ്റി ഒന്നും തരാൻ പാടില്ല. ഇത് ഇങ്ങനെ മന്ത്രിസഭയ്ക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതിനിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ആ രീതിക്കാണ് നമുക്ക് കിട്ടിയ റിപ്ലൈ. CCN മലപ്പുറം. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും 100 മേനി വിജയം നേടിയ വിദ്യാലയങ്ങളെയും ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ മണ്ഡലം MLA നജീബ് കാന്തപുരം നിർവഹിച്ചു. അതുകൊണ്ട് നല്ലൊരു കയ്യടി നമുക്ക് ആദ്യം അവർക്ക് കൊടുക്കാം.
നമ്മളുടെ കുട്ടികൾ ഒരുപക്ഷെ നമുക്ക് വീട്ടിൽ നിന്ന് നമ്മൾ കാണുന്ന പോലെയല്ല. അവരുടെ മികവ്, ഞാനിപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്രിയയുടെ ഭാഗമായിട്ട് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ 100 വിദ്യാർത്ഥികൾ, അത് +1 +2 മുതലുള്ള കുട്ടികളാണ്, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളുമുണ്ട്. LSS, USS, NMMS, SSLC, +2 പരീക്ഷകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. കൂടാതെ LSS പരീക്ഷയിൽ കൂടുതൽ വിജയം നേടിയ ആനമങ്ങാട് LPS, SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ ആലിപ്പറമ്പ് GHSS എന്നീ സ്കൂളുകൾക്ക് പ്രത്യേക മൊമന്റോ നൽകി ആദരിച്ചു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ മേക്കോട്ടിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TP മോഹൻദാസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സാജിദ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഹസീന, MV സിനി, TK നവാസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫാസില, അയൂബ്, ഫെമിന, സാഹിറ, ഫൈസൽ, മുനീർ, മോഹൻദാസ്, ഷഫീഖ്, പ്രസീദ, ഷാഹിദ, ശാലിനി, സേതലവി, പെരിന്തൽമണ്ണ മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി അഡ്വക്കേറ്റ് A സലാം, GMLP സ്കൂൾ പ്രധാനാധ്യാപകൻ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പിൽ കെട്ടിക്കിടക്കുന്ന 50,000-ലധികം ഫയലുകൾ വേഗത്തിൽ തീർപ്പാക്കാനുള്ള വിപുലമായ നടപടികൾ ആരംഭിച്ചതായി വകുപ്പ് മന്ത്രി KA തുളസി. മലപ്പുറം പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബി ഫണ്ടിൽ നിന്ന് 3,90,00,000 രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ നിർവഹിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിനായി 2 നിലകളിലായിട്ടാണ് കെട്ടിടം പൂർത്തീകരിച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച UDF സർക്കാർ നടപടിക്കെതിരെ LDF മണ്ണാർക്കാട് നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം KC റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മാരക മയക്കുമരുന്നായ MDMA-യുമായി പെരിന്തൽമണ്ണ സ്വദേശിയെ ചെർപ്പുളശ്ശേരി പോലീസ് പിടികൂടി. പെരിന്തൽമണ്ണ കുളത്തൂർ സ്വദേശി കളത്തിൽ വീട്ടിൽ മുഹമ്മദ് ഷാനിലാണ് പിടിയിലായത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.